ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് വൈകുന്നേരം ചായയുടെ കൂടെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മസാലകളൊന്നും വഴറ്റി സമയം കളയാതെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിക്കിച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്കുള്ള ഒരു സിമ്പിളായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിത് 150 ഗ്രാമോളം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞളും കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകം ഇങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് ക്യാബേജ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ക്യാപ്സിക്കവും 1/4 കപ്പ് സവാളയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കട്ടെ. എല്ലാ വെജീസും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ 1-2 പച്ചമുളക് എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള മയോണൈസ് അടിച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിൽ നിന്ന് 1-2 സ്പൂണായിട്ട് ഇതുപോലെ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ആയിരിക്കണം കേട്ടോ മയോണൈസ്. അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല, നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും അത് ഈ ഒരു രീതിയിലായിരിക്കണം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ 2 മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചെറുതൊക്കെ ആണെങ്കിൽ 3 വരെ എടുത്തോളെ. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങായി മാറും കേട്ടോ. ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ്. എന്തായാലും ഒന്ന് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളല്ലേ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ അങ്ങനെ പാല് ചേർക്കുന്നുണ്ട്. പാൽ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മുട്ട നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെയും എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. കാരണം ആദ്യം തന്നെ ഒരുപാട് എടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡൊക്കെ ഒരേ അളവിലുള്ളത് കിട്ടുവാണെങ്കിൽ മാക്സിമം അങ്ങനത്തത് എടുക്കാൻ നോക്കട്ടോ. അപ്പോൾ നമുക്ക് സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ വേസ്റ്റ് ആയില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചില ബ്രെഡ് പൊടിഞ്ഞു പോകുന്ന പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. എൻ്റെ ഇപ്പോൾ ഈ ഒരു ബ്രെഡ് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു പിസ്സ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡ് കത്തി വെച്ചിട്ട് അങ്ങനെ 4 സൈഡും കട്ട് ചെയ്തെടുക്കട്ടെ, ആ ഒരു ബ്രൗൺ പാർട്ട്. അപ്പോൾ ആദ്യം തന്നെ പരത്തി എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറച്ച് മാത്രമേ കട്ട് ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും പരത്തി കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമതും കട്ട് ചെയ്യേണ്ടി വരും, കാരണം ഷേപ്പ് കറക്റ്റ് ആവാത്ത പ്രശ്നം കൊണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് ഇതുപോലെ നമ്മൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലുമായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല. ഈ ഒരു ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, കാണാൻ നല്ല ഭംഗിയില്ലേ, ഒരു വെറൈറ്റി അത്രയേ ഉള്ളൂ. ഈ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഭയങ്കര പ്രത്യേകത, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ്. എന്തായാലും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഫ്താർ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ നമ്മൾ റോളൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ആദ്യം മുട്ടയുടെ മിക്സിൽ ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തൊന്നെടുക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ പരിപാടിയുള്ളത്. ഇതാ ഞാൻ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോർമൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ.
അങ്ങനെ ഇതാ ഞാൻ ഇതുപോലെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു. ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. കാരണം ഉള്ളൊന്നും ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ. തിരിച്ചും മറിച്ചുമൊക്കെ പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. കാരണം ഫ്ലെയിം കുറച്ച് വെക്കുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ഒരുപാട് വേവാനില്ലാത്തതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് മസാലകളൊന്നും വഴറ്റി അത് സമയം കളയാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്